What's up guys and welcome back to the video of 𝙒𝙖𝙏𝙀. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായി യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പല രീതിക്ക് നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഓർഡിനറി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഓർഡിനറി ഫോട്ടോയോ എടുത്തല്ല അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഫോട്ടോ ഒരു ക്രിയേറ്റീവ് രീതിയിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളൊരു രീതിയാണ് നോക്കാൻ പോകുന്നത്. ഇത് പണ്ടത്തെ രീതിയിൽ നിന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ലെങ്കിലും ഇനി അത് പിന്നെയും ട്രെൻഡിങ്ങിലോട്ട് വരാൻ വേണ്ടിയുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് കഴിഞ്ഞ ദിവസമാണ് എനിക്കിത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ഫ്രണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഗൈസ്. നിങ്ങളിപ്പോൾ ഈ ഒരു സൈഡിൽ കാണുന്നത് പോലെ നമുക്ക് ഫോട്ടോസ് ഒരു ഗ്രിഡ് രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു ഒറ്റ ഫോട്ടോ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിൽ ഒരു ഗ്രിഡ് ഫോമിൽ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഉറപ്പായി എൻ്റെ വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ഗൈസ് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 924 ഇൻസ്റ്റഗ്രാം എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് നമ്മുടെ ഇവിടെ ഓപ്പൺ കൊടുക്കുകയാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പണായി വരുന്നുണ്ട്. അത് സിമ്പിൾ ഇൻ്റർഫേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്, ഒരു ഇമേജിൻ്റെ ലോഗോ. അപ്പോൾ നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പണായി വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ക്യാമറ ഓപ്പണായി വരുന്നുണ്ട്, ഫയൽ ഓപ്പണായി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസ് ഓപ്പണായി വരുന്നുണ്ട്. ഗൂഗിൾ ഫോട്ടോസാണ്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഫയൽസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള നമ്മുടെ ഫോണിലുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫോട്ടോ ഞാൻ അവിടെ ടാപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ നിങ്ങൾക്ക് അവിടെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നൊരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉറപ്പായും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ ഞാൻ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഈ ഒരു ഫോട്ടോ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പല രീതിക്ക് തന്നെ നമുക്കിവിടെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 3x1 ഫോം ഉണ്ട്, അതുപോലെ തന്നെ 3x2 ഫോം ഉണ്ട്, അതുകൊണ്ട് 3x3 ഫോം ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് 3x3 ഫോം എടുക്കുകയാണ്. 3 ഫോം എടുത്തതിന് ശേഷം ഞാൻ അവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുകയാണ്. അപ്പോൾ സൂം ചെയ്യുമ്പോൾ അവിടെ നിന്ന് തികയുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ആണെങ്കിൽ അടുത്ത 3x4 ഫോം എടുക്കുകയാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. സൂം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ മാത്രം മതി ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ 3x4 ഫോം എടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3x3 ഫോമോ 3x4 ഫോമോ എടുക്കാം. ഞാൻ അവിടെ ജസ്റ്റ് 3x3 ഫോമാണ് എടുക്കുന്നത്. നിങ്ങൾ 3x4 ഫോം എടുക്കാം. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് സൈസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ. അതിന് ശേഷം ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ മുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പല ഫോമിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 നിങ്ങൾക്ക് നമ്പർ രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോ കട്ട് ചെയ്ത് തന്നിരിക്കുകയാണ് ഈ ആപ്ലിക്കേഷൻ. ഇനി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ആ 1 എന്നുള്ളതിലൊന്ന് ടാപ്പ് ചെയ്യുക. 1 എന്ന് പറയുന്ന ഫോട്ടോയിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ഫീഡ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഫീഡ്സ് എന്നുള്ളതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഓപ്പണായി വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് അടിക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ ടാഗ് ചെയ്യുക എന്നുള്ളവർക്ക് ടാഗ് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ ഫോട്ടോ ഡിസ്ക്രിപ്ഷൻ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ഫോട്ടോയും ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ 1 ഫോട്ടോയാണ് ആദ്യം കൊടുത്തത്. ഇനി ജസ്റ്റ് നമ്മൾ 2 ഫോട്ടോ കൊടുക്കുന്നു, ഫീഡിൽ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഗ്രിഡ് രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഗൈസ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അടിപൊളി രീതിയിലുള്ള ഒരു ഫീഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഫുൾ ഗ്രിഡ് രീതിയിലുള്ളൊരു നമുക്കൊരു ഫീഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫീഡ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴല്ല നിങ്ങൾ ക്രോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒന്നുകിൽ 3x3 ഫോം അല്ലെങ്കിൽ 3x4 ഫോം ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ വേറൊരു പ്രോബ്ലം നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് പാറ്റേൺ രീതിയിൽ അല്ലെങ്കിൽ ഒരു കറക്റ്റ് പസിൽ രീതിയിൽ നമ്മുടെ ഫോട്ടോ വരുന്നില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫോട്ടോ ചിലപ്പോൾ മാറിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നമ്പർ വൈസിൽ നിങ്ങൾ ഉറപ്പായി നിങ്ങളുടെ ഫീഡിലോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾക്ക് ഫീഡായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഫീഡായിട്ട് നിങ്ങൾക്ക് ഒരു
കറക്റ്റ് ഫീഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ആവുകയുള്ളൂ. ഗൈസ് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഗൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് വെച്ചേക്കുക ഗൈസ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ �𝑗𝑊𝙊𝙁𝙁 and bye.